നാരായണ, അയ്യോ നാരായണ. മാമ വിളിച്ച ചത്തുയെ കെട്ടിവനെ വിളിച്ചത് മക്കളെ. ചക്ക എവിടെ? അവര് നമ്മുടെ കൊച്ചുകൂടി റൂമിലിരുന്ന് സംസാരിച്ചോണ്ടിരിക്കല്ലേ. അയ്യോ ആ കുരുത്തക്കട്ട ഒറ്റയ്ക്കാണോ പോയിരിക്കുന്നത്? എന്തു പറ്റി? അയ്യോ മക്കളെ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ല അമ്മമ്മ, ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ട്. നമ്മുടെ ചെക്കൻ എന്താ പണി? അയ്യോ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. രാവിലെ ഉറക്കോണിക്കും, എണീറ്റിട്ട് ഓരോ പെമ്പിള്ളരെ നോക്കിയിരിക്കലാണ് അവന്റെ പണി. അടുത്ത പെണ്ണിന്റെ ഫോട്ടോ നോക്കാം. അടുത്ത പെണ്ണിന്റെ ഫോട്ടോ നോക്കിയപ്പോ വെളുപ്പാക്കാലം 2 മണി വരെയൊക്കെ ഇരുന്ന് നോക്കണ കാണാം മക്കളെ. എന്തൊരു അസുഖമെന്തോ ഇത്. ഒരു പെണ്ണ് കെട്ടിക്കാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പെണ്ണാലോചിക്കുന്നത്. ഇനി മോന്റെ ഫോട്ടോ മാത്രമേ അവൻ നോക്കാൻ ബാക്കിയുള്ളൂ ഇവിടെ. അയ്യോ കാമ കൊസുവനല്ലേ മക്കളെ. ഇങ്ങനെ ജോലി കൂലില്ലാത്ത കാമഭ്രാന്തരൊന്നും ഞങ്ങളുടെ കൊച്ചിന് കൊടുക്കൂല. അയ്യോ പൈസ ഇഷ്ടം പോലെ പൈസ ഉണ്ട് മക്കളെ. ഓരോ പിള്ളേർ വരും, വന്ന് എന്തൊക്കെയോ ചെയ്തിട്ട് പോവും, പൈസ കൊടുക്കും. പിന്നെ ചില പിള്ളേർ ബൈക്കിൽ വന്നിട്ട് പൊതി കൊടുക്കും, അതിന് ഇവൻ പൈസ കൊടുക്കും. പൈസയൊക്കെ ധാരാളം പോലെ ഇഷ്ടംപോലെ. കാശ് വേണ്ട, ആ നാരോട് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ. ഞങ്ങളുടെ കൊച്ചിനെ ഇറക്കിവിട്ടെ. അതാ ഞാൻ പറഞ്ഞ പെണ്ണിന്റെ പുറത്തിറക്കാം, ഇല്ലെങ്കിൽ ആ പെണ്ണ് പറയും. അവൻ മാനസിക രോഗിയാണ്, കാമ കൊച്ചുവൻ. അതല്ലേ കെട്ടിക്കാൻ കൊണ്ടുവന്നത്. കെട്ടിച്ചിട്ടിട്ട് എന്തോ ആയിക്കോട്ടെ. എന്ത് പറ്റി മാമ? നീ ഒരുപാട് മാമനെ അങ്ങ് പറ്റിക്കല്ലേ മോനെ. നാട്ടിലെ പെൺപിള്ളേരെ മുഴുവൻ പഠിപ്പിച്ചു. ഇനി നിനക്ക് എന്റെ കൊച്ചിനെ വേണോ? അല്ലടാ കാമോടാ പോയി വല്ല കടുക്കാവളം കുടിക്കണം. മാമ കാര്യം പറ മാമ. നിനക്ക് ഇനി കാര്യം അറിയണമല്ലേ? നിന്റെ അമ്മാമ പറഞ്ഞില്ല നീ വെളുക്കുവോളം പെൺപിള്ളേരുടെ എല്ലാം നോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അത് പിന്നെ എന്റെ ജോലിയല്ലേ? ഇതൊക്കെ ഒരു ജോലിയാണോടെ? എന്റെ പൊന്നമ്മാമ, ഞാനൊരു വെഡിങ് ഡിസൈനറാണ്. എന്ന് വെച്ചാ കല്യാണത്തിനൊക്കെ ഫോട്ടോ വെച്ച് ഡിസൈൻ ചെയ്യില്ലേ, അതാണ് എന്റെ ജോലി. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുമാരും നിനക്ക് ഓരോ പൊതി കൊണ്ട് തരുന്നില്ല. അതെന്ത് കച്ചവടം? എന്റെ പൊന്നുമാമ, തള്ളക്ക് മുഴുത്ത ഭ്രാന്താ. അത് മറ്റേ ആമസോണിൽ നിന്ന് സുഖി എന്നൊക്കെ പാഴ്സൽ വരില്ലേ, അത് ഡെലിവറി ചെയ്യാൻ അറിയാം. തള്ള പറഞ്ഞ. അയ്യോ എന്റെ പൊന്നു പോലെ, നീ ഡെലിവറിയുടെ കാര്യമൊന്നും പറയില്ലേ. ആ തള്ള വല്ല ഗർഭമുണ്ടെന്ന് പറഞ്ഞാളയും.